ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷുഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് അനുഭവത്തിൽ വരിക, ഗുണമാണ് ദോഷമാണ് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പം മേടരാശിയിലാണ് ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതി അല്ലേ. മെയ് 1 ശേഷം അതെങ്ങോട്ടാവും? ഇടവൻ രാശിയിലേക്കാവും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു മീനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ പൊതുവെ വിഷുഫലത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഒരു മേജർ ആയിട്ട് ട്രാൻസിറ്റ് ഇത് മൂന്നുമാണ്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വിഷുഫലത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. മേടരാശി അശ്വതി ഭരണി കാർത്തിക കാടകുന്ന ആദ്യത്തെ 2 നക്ഷത്രക്കാരാണ് മേടരാശി. ഇവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം നിറഞ്ഞ സമയമാണ് ഈ ഒരു വിഷുകാലം എന്ന് പറയുന്നത്. 2024 മുതൽ 2025 വരെയുള്ള കാലഘട്ടം. തൊഴിൽ സംബന്ധമായ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. മേലധികാരികളിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സാലറി ഇൻക്രിമെന്റ്, അതുപോലെ തന്നെ പ്രൊമോഷൻസ് ഒക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ശത്രുക്കൾ പലരും നമ്മുടെ മിത്രങ്ങളായി മാറുവാനൊക്കെ ചാൻസ് കൂടുതലായിട്ടുള്ള ടൈമാണ്. നമ്മുടെ പ്ലാനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൽപ്പിക്കുന്ന ടൈമാണ് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം എന്ന് പറയുന്നത്, ഈ വിഷുകാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലൊരു ഐക്യം ഒക്കെ ഉണ്ടാവാനും രൂപീകരിച്ച് ഒക്കെ വരാനും സാധ്യത കൂടുതലാണ്. ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മംഗള കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള ടൈമാണ്. സന്താന ഗുണമൊക്കെ പറയാവുന്ന ഒരു സമയമാണ് കേട്ടോ. ഭവനയോഗം, വാഹനയോഗം ഒക്കെ പറയാം. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പുരോഗതികൾ ഉണ്ടാവുന്ന ഒരു സമയം തന്നെയാണ്. പുതിയ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ച് മാത്രം ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് പോവുക. പൊതുവെ പഠന സംബന്ധമായി നോക്കുകയാണെങ്കിൽ കുറച്ച് അലസത, മടിയൊക്കെ നമ്മുടെ പഠന സംബന്ധമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മേടരാശിയിൽ അതായത് മേടക്കൂറിൽ ജനിച്ച വിദ്യാർത്ഥികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, സ്വയം മനസ്സിലാക്കുക. തനിക്ക് കുറച്ച് മടികളൊക്കെ വരും അല്ലെങ്കിൽ മടിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ മടിയെ മാറ്റി നിർത്താൻ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായി നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. മേടരാശിക്കാരുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ പഠനത്തിന്. കാരണം കുറച്ച് മടി, അലസതയൊക്കെ ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് പിടിച്ച് തന്നെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു കഴിവുകൾ നമുക്കത് സക്സസിലേക്ക്, നമ്മുടെ ടാലന്റ് നമുക്ക് സക്സസിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ട് തന്നെ ഒരു വിഷുഫലം എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി തരത്തിലുള്ള കൂട്ടുകെട്ടുകളുണ്ടല്ലേ. എന്നാൽ മോശ കൂട്ടുകെട്ടുകളെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഒരു ഗ്ലാസ് മദ്യം നമുക്ക് നേരൊക്കെ നീട്ടുന്നു, നമ്മൾ പറയുന്നു മദ്യം കുടിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ പറയുന്നു. അപ്പൊ നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ നീയൊക്കെ ഒരു ആണാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് കുടിപ്പിച്ച് നോക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് വേണ്ട, ഞാൻ അത് എനിക്കങ്ങനെ ഒരാളുടെ മുമ്പിൽ കാണിക്കേണ്ട ആവശ്യമില്ല, തെളിയിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ നമ്മൾ പറയാൻ ശ്രമിക്കുക. അങ്ങനെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ഒന്നും ചെന്ന് ചാടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ അങ്ങനത്തെ ഉള്ള കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ, മദ്യത്തിന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, അതുപോലെ എന്ത് മോശമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ നന്മയും നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ കുറ്റം പറയുന്നവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കൂട്ടുകെട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പയ്യെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. സാമ്പത്തികപരമായ നേട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നിനും നമ്മൾ മടിച്ചു നിൽക്കാതെ മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രമിക്കണം. കാരണം മടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പല അവസരങ്ങളും നമുക്ക് ഇല്ലാതെയാകാൻ ചാൻസ് കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഉത്തമമായിരിക്കും. ഈ മേടമാസം മുതൽ മീനമാസം വരെ നമുക്ക് എന്താണ് നല്ല ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ. പൊതുവെ മേടരാശിക്കാർക്ക് നല്ല സമയമാണ് ഈ ഒരു വിഷു സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ. അടുത്ത ഇടവ രാശിയാണ്. ഇവർക്ക് ചെറിയ തരത്തിലുള്ള മടിക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു ടൈമായിരിക്കും. തൊഴിൽ സംബന്ധമായി പോകുമ്പോഴായാലും തൊഴിലിന് പോകാൻ ചെറിയ മടി, അലസത, ഒരു പ്രൊജക്ട് വർക്ക് കയറി ദിവസം കൊണ്ട് തീർക്കേണ്ടതാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനൊരു ഇച്ചിരി മടിയൊക്കെ വരാൻ ചാൻസ് കൂടുതലുള്ള ടൈമാണ്. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. നമ്മുടെ മടി അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഒരു അലസത, മടിയൊക്കെ കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണാറുണ്ട്.
ഈ ഒരു വർഷം വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ആ മടിയൊക്കെ ഒന്നും മാറ്റി നിർത്തുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ വിജയത്തിനും മറ്റു പുരോഗതികൾക്കൊക്കെ നമുക്ക് മടി ഒരിക്കലും ഒരു തടസ്സമായി മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ടെൻഷൻ, സ്ട്രെസ് ഒക്കെ നമുക്ക് എന്തായാലും കൂടുതലായിട്ടും വർദ്ധിക്കാൻ ചാൻസ് കൂടുതലുള്ള ടൈമാണ്. നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ ചാൻസ് ഉള്ള സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ടും ട്രാൻസ്ഫർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ടൊന്ന് വായിച്ച് നോക്കിയ ശേഷം മാത്രം ഡോക്യുമെന്റ് കാര്യങ്ങളിലേക്ക് സൈൻ ചെയ്യാൻ പോവുക. അതിന് മുമ്പ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് 1 അല്ല 10 തവണ ചിന്തിച്ച ശേഷം മാത്രം ഓരോ ഡോക്യുമെന്റും വായിച്ച് അത്ര സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രം സൈൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് പാർട്ണറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യണം. കമ്മ്യൂണിക്കേഷന്റെ ബിൽഡ് കുറവ് കാരണം നമ്മുടെ ദാമ്പത്യ ബന്ധമൊക്കെ എന്താ തകർച്ചയിലേക്കൊക്കെ പോവാൻ ചാൻസ് ഉള്ള സമയമാണ്. സോ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി പ്രോപ്പർ ആയിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വാക്കുകളൊക്കെ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം പോവുക. ദേഷ്യപ്പെട്ട ഓരോന്നും പറയാതെയും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് കാര്യങ്ങൾക്ക് പോയി വാക്ക് കൊടുക്കാതെയും ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്ക് സ്ഥാനം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ടൈമാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വാഹന സംബന്ധമായിട്ടും കാര്യങ്ങളൊക്കെ ചെറിയ ശ്രദ്ധ വെക്കുന്നത് ഉത്തമമാണ്. വാഹനം വാങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വാഹന യോഗമൊക്കെ ഉണ്ട്. അനുകൂലമായ സമയമാണ്. വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. സ്ഥലമാറ്റത്തിനൊക്കെ സാധ്യത കൂടുതൽ സമയമാണ്. അതേപോലെ തന്നെ സ്ഥലം മാറി താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ, ഇപ്പം തങ്ങളുടെ സ്ഥലത്തൊരു സുഖമില്ല എന്നൊരു ഫീൽ ഉണ്ട്, നിങ്ങൾക്ക് വീട് മാറാൻ എന്നൊക്കെ ഒരു അവസരം, നല്ല ഭവനയോഗം ഒക്കെ പറയാവുന്നൊരു ടൈം തന്നെയാണ്. സ്ത്രീ പുരുഷന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ സംസാരിക്കാൻ. ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്ന ചതികളൊക്കെ പറ്റാൻ ചാൻസ് കൂടുതൽ വർഷം തന്നെയാണ് കേട്ടോ ഇടവക്കൂറുകാർക്ക്. ബിസിനസ് സംബന്ധമായിട്ട് പുരോഗതി എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു മന്ദഗതിയിലുള്ള പുരോഗതി മാത്രമായിരിക്കും ബിസിനസ് സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ പഠന സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ വിദ്യാർത്ഥികൾക്കായിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് വേണം സ്റ്റഡി നോക്കാൻ. നിങ്ങളിപ്പം 2-3 കാര്യങ്ങൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഒരു എബിലിറ്റി കുറഞ്ഞ് കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധ കൂടുതൽ എന്തിനു കൊടുക്കണം, പഠനത്തിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം വന്നേക്കാം. സോ അങ്ങനെ പഠനത്തിന് മുൻതൂക്കം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തൊരു കാര്യം തന്നെയായാലും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണോ അല്ലെ അറ്റൻഷൻ കൊടുക്കുന്നത് എന്തിനാണോ അതിനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ ഒരു കാര്യം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കും ജോലി ചെയ്യുന്നവരാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പായി കയറി വരാൻ സാധിക്കും. അല്ലാത്ത കാര്യങ്ങൾ എന്താവും, വീക്കാവാൻ ചാൻസ് കൂടുതലാണ്. 4 മൃഗങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് സൂക്ഷിക്കുന്ന ഉത്തമമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. ഇപ്പൊ ഇത്രയാണ് ഇടവക്കൂറുകാരുടെ ഫലം എന്ന് പറയുക. മിഥുന രാശി അഥവാ മിഥുനക്കൂറ്, ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പുരോഗതികളൊക്കെ പറയാവുന്ന ഒരു ടൈമാണ്. തൊഴിൽ സംബന്ധമായ നേട്ടം, ജോലിയിലായാലും കുറച്ചുകൂടി നമുക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങി വരിക. പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടക്കിടക്ക് തലപൊങ്ങി നമ്മുടെ കൊളേഷ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുറെ കുഞ്ഞായ്മകൾ കുശുമ്പൊക്കെ പറഞ്ഞ് നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമ്മളെ തൊഴിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലി സമയത്ത് നമ്മളെ ബാധിക്കാൻ ടൈം കൂടുതലാണ്. എല്ലാ കാര്യങ്ങൾക്കും ക്ഷമ ആവശ്യമാണ്, മനസ്സിലാക്കുക. ക്ഷമ ആട്ടിസൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ക്ഷമ ആവശ്യമാണ്. മിഥുന രാശിക്കാർക്ക് ഈ ഒരു വിഷുകാലം എന്ന് പറയുന്നത് 2024 ഏപ്രിൽ 14 മുതൽ ഉള്ള സമയം എന്ന് പറയുന്നത് വളരെയധികം ക്ഷമ വേണം. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്രാൻസ്ഫർ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആകാം. അത് ചില തരത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകൾ സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫർ ആവാം. എന്ത് തന്നെയായാലും ആ മാറ്റത്തെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫാമിലിയിലൊക്കെ പൊതുവെ സമാധാനമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഫാമിലി ഇഷ്യൂസ് നമ്മൾ മറ്റൊരാളെ അറിയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരാളെ അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, വേറെ ആളെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കൗൺസിലിങ്ങിന് പോകത്തില്ലേ, നിങ്ങൾക്ക് കൗൺസിലിംഗ് ധൈര്യമായിട്ട് പോകാം എന്ന് വെച്ചാൽ ഞാൻ മറ്റൊരാളെ തേർഡ് പേഴ്സൺ എന്ന് വിചാരിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങളുടെ മറ്റു റിലേറ്റീവ്സ്, അതെല്ലാം നിങ്ങൾക്ക് നാട്ടുകാര് ഇങ്ങനെയുള്ളവരെയൊക്കെ അറിയിച്ചു എന്നോർത്ത് അവർക്ക് സോൾവ് ചെയ്യാനും പറ്റൂല. എന്ത് ചെയ്യും, അവർ ആ പ്രശ്നത്തെ വേറെ ഇതിലേക്ക് എത്തിക്കാനും ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ കൗൺസിലറിന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വേണ്ടി
സമയമായിരിക്കാം കേട്ടോ. അതേപോലെ തന്നെ വാഹന സംബന്ധമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനയോഗം ഒക്കെ പറയാവുന്ന സമയമാണ്, ഭവനയോഗം പറയാവുന്ന ഒരു ടൈമാണ്. എടുത്തുചാട്ടമൊക്കെ എന്ത് ചെയ്യണം, പതിയെ കുറയ്ക്കണം കേട്ടോ. എന്തൊരു കാര്യം ചെയ്യണം മുമ്പും ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. എടുത്തു ചാടി ഓരോ കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പഠന സംബന്ധമായിട്ട് പുരോഗതികളൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. മെഡിറ്റേഷൻ ഒക്കെ ഒന്ന് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ ജീവിതം ഒന്ന് ട്രാക്കിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടും മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ആത്മപരിശീലനങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ബൂസ്റ്റിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. വേണ്ട എന്ന് ഞാൻ പറയില്ല, കുറച്ചൊക്കെ നമ്മളെ സ്വയമായിട്ടൊന്ന് പോലത്തി വലിയ കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞത് ഓവറാക്കി കളയല്ലോ കേട്ടോ. ഓവറാക്കി അത് എന്താക്കി കൊളാക്കി കളയല്ലേ, അതൊന്ന് ശ്രദ്ധിച്ച് ഒരു ബാലൻസിൽ അത് പോവാ. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്, ചെയ്യുന്നോണ്ടിരിക്കുന്നവരെ എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കുക. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഏത് അളവാണോ ആ അളവിൽ നിന്ന് കുറയ്ക്കുക. അല്ല എക്സ്ട്രീം ലെവലിൽ സെൽഫ് ബൂസ്റ്റിംഗ് ചെയ്തവരുണ്ടല്ലേ, അവരൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരും കേട്ടോ. 20-25% എത്തിക്കണം. അത്രയൊക്കെ മതി നമുക്ക്. ഓക്കെ, ഈ ഒരു വർഷക്കാലത്തേക്ക് സെൽഫ് ബൂസ്റ്റിംഗ് അത്രയൊക്കെ മതി, അതിന്റെ കൂടുതലേക്ക് പോകേണ്ട ആവശ്യമില്ല. രാത്രി സഞ്ചാരമൊക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് ഉത്തമമായിരിക്കും. നടന്നു പോയാലും വാഹനത്തിൽ പോയാലും മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയാലും നിങ്ങൾ എന്ത് ചെയ്യണം, രാത്രി യാത്രകൾ ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സോ ആ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ഇതൊക്കെയാണ് പൊതുവെ മിഥുനം രാശിയുടെ ഫലം പറയാമെങ്കിൽ കേട്ടോ. കർക്കിടക രാശി അഥവാ കർക്കിടകക്കൂർ, ഇവർക്ക് പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സമയമായിരിക്കും. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ടും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയം തന്നെയാണ്. ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം, ഉത്തമമായിരിക്കും. അത് തൊഴിൽ സ്ഥലത്തായാലും വീട്ടിലായാലും കൂട്ടുകാർക്കിടയിലായാലും എവിടെയായാലും ദേഷ്യം എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് കൊണ്ടുവരിക കേട്ടോ. ഒരു പൊട്ടിക്ക് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ ദേഷ്യം തന്നെ നിങ്ങൾക്ക് എന്താവും, പാരയാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ നിൽക്കാതെയും മറ്റുള്ളവരുടെ കുറ്റം പറയാതെ ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നുള്ളത് നിങ്ങൾ അങ്ങനെ പറയുമെന്നല്ലാട്ടെ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. പുതിയ തൊഴിലൊക്കെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് നമുക്ക് അനുകൂലമായതാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം അങ്ങനത്തെ തൊഴിലൊക്കെ എടുക്കുക. ചില തൊഴില് നമുക്ക് അനുകൂലമാവാത്ത തൊഴിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ബട്ട് നമുക്ക് നോക്കുക, നമ്മൾ നോക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത ശേഷം മാത്രം, നമ്മൾ ചെയ്യാൻ പോണ വർക്ക് എന്താണ് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ തൊഴിലിലേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്ത് തൊഴിൽ ചെയ്താലും നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് തൊഴിൽ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ആ തൊഴിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഫോക്കസ് മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അത് മുഖേന അവർ പറയുന്ന ചില വാക്കുകൾ നമുക്ക് വളരെയധികം സമാധാനത്തെ പ്രദാനം ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ്. മംഗള കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാൻ യോഗമുള്ള സമയമാണ്. വാഹന യോഗമൊക്കെ പറയാം, വസ്തു യോഗമൊക്കെ പറയാൻ സമയം. വസ്തു യോഗം എന്ന് പറയുമ്പോൾ ഇവർക്ക് പൊതുവെ വസ്തു സംബന്ധമായിട്ട് കേസുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടാനൊക്കെ ചാൻസ് കൂടിയ സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ആവശ്യമില്ലാത്ത പ്രോമിസുകളൊന്നും ആർക്കും തന്നെ കൊടുക്കാതിരിക്കുക. നിങ്ങൾ പ്രണയാതാക്കളായാലും ജീവിതത്തിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും നാട്ടുകാർക്കിടയിലായാലും എവിടെ തന്നെയായാലും അനാവശ്യമായിട്ട് ഒരു പ്രോമിസും ആർക്കും കൊടുക്കണ്ട. ഈ ഒരു വർഷക്കാലത്തേക്ക് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇത് നിനക്ക് ചെയ്തു തന്നേക്കാം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ചെയ്തു തരും എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക. ഓക്കെ, നമ്മുടെ കാര്യമൊക്കെ കുറച്ചൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമമായിട്ട് പറയാവുന്നത്. പഠന സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്ക് പഠനത്തിന് മികവ് നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം, ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾ പഠിത്തം മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഏപ്രിൽ 14 മുതലെങ്കിലും 2024 ഏപ്രിൽ 14 മുതലെങ്കിലും നിങ്ങളുടെ പഠനം സംബന്ധമായിട്ട് നോക്കും. നിങ്ങൾ അന്നന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഇന്ന് പഠിപ്പിക്കുന്ന ഇന്ന് തന്നെ പഠിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. നാളെ രാവിലെ ഒന്നായിട്ട് റിവിഷൻ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഓക്കെ, അപ് ടു ഡേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യയ്ക്ക് നല്ലൊരു വിജയം കാണാൻ പറ്റും. ആരോഗ്യ കാര്യങ്ങളെ കർക്കിടക രാശിക്കാരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ, മാതാപിതാക്കളുടെ കുടുംബ സംബന്ധമായിട്ടും എന്തെങ്കിലുമൊക്കെ വാർത്തകളൊക്കെ കേൾക്കാൻ യോഗമുള്ള ടൈമാണ്. സോ ആ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ആ കുടുംബത്തിലുള്ള അംഗങ്ങളുടെയൊക്കെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ് കേട്ടോ. ചിങ്ങക്കൂർ അഥവാ ചിങ്ങരാശി, ഇവർക്ക് പൊതുവെ പറയാൻ ജോലി കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്
ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. ജാഗ്രത ആവശ്യമാണ്. ജോലി ഭാരമൊക്കെ കുറച്ച് കൂടി വരാൻ ചാൻസ് കൂടിയ സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് തനിക്ക് തന്നെ ഒരു ജോലി ചെയ്യുമ്പോൾ എൻ്റെ അമ്മോ ഇത്ര, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇതെപ്പോൾ ചെയ്ത് തീർക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരാനും നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടുതലായിട്ട് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ഇത് ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരിക എന്ന് പറയുന്നത് നിങ്ങൾ ആ മേഖലയിൽ നന്നായി കാണിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആ മേഖലയിൽ നല്ല മികവ് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മേലുദ്യോഗസ്ഥർ നമുക്ക് എന്ത് ചെയ്യണേ, കൂടുതൽ വർക്ക് തരുന്നത് അല്ലേ. നന്നായി ചെയ്യുന്ന ഒരാൾക്കല്ലേ നമ്മൾ കൂടുതൽ വർക്ക് കൊടുക്കുള്ളൂ, അല്ലാതെ കൊടുക്കാൻ പോകില്ലല്ലോ അല്ലേ. ഇന്നിപ്പോ ഞാൻ ഈ റൂമിന് പെയിന്റ് അടിപ്പിച്ചു. ഈ ഒരു പെയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് അടുത്ത തവണ പെയിന്റ് അടിപ്പിക്കുമ്പോൾ ഞാൻ അയാളെ കോൺടാക്ട് ചെയ്യുള്ളൂ, ഇനി വേറെ ആളെ ഞാൻ കോൺടാക്ട് ചെയ്യും അല്ലേ. സോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ വേറൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസ് ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഫ്ലോറാണ് നമ്മൾ ചെയ്തതെങ്കിൽ നാളെ നമ്മൾ 10 ഫ്ലോർ പണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പെയിന്റ് അടിക്കാൻ വിളിക്കുമ്പോൾ നമുക്ക് അയാളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഏൽപ്പിക്കും. എന്തുകൊണ്ടാ, അങ്ങനെ നന്നായി ചെയ്തുകൊണ്ടല്ലേ. സോ അതുപോലെ തന്നെ നിങ്ങൾ നന്നായി ചെയ്തുകൊണ്ടാണ്, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നന്നായി ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണേ, നിങ്ങൾക്ക് കൂടുതൽ ഭാരം തന്നുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ ഏൽപ്പിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്തൊരു കാര്യം തന്നെയാണ് നിങ്ങൾ കൃത്യമായ പ്ലാൻ ചെയ്യുക, എന്നിട്ട് മാത്രം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ പ്ലാൻ ഇല്ലാതെ മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സക്സസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ കയ്യെത്താൻ ദൂരത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. സോ പ്ലാൻ ആൻഡ് ഗോ. ഓക്കെ, എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഗോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോണ്ടാക്ട് ചെയ്യാമെങ്കിൽ നമ്മളെ ക്ലാസ്സസിൽ നിങ്ങൾ ഉൾപ്പെടുത്താം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുടുംബത്തിലൊക്കെ ഐക്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കുടുംബ ഐക്യമൊക്കെ ഉണ്ടാവും. വർക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ ഒന്ന് കുറയാൻ ചാൻസ് കൂടുതലായ സമയമാണ്. മംഗള കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. ചെലവൊക്കെ ക്രമേണ കൂടി വരുന്ന സമയമായിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യ കടങ്ങളൊക്കെ മേടിക്കുന്നത് ഒഴിവാക്കുക. മേടിച്ച കടങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. അപ്പൊ ചെലവ് കൂടുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന വരവ് കൃത്യമായി നിങ്ങൾ അലോക്കേറ്റ് എന്ത് ചെയ്യുക, ഡെപ്സ് അടിച്ചു തീർക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെലവും കൂടിയിട്ടുണ്ടാവും, നിങ്ങളുടെ കടവും എന്ത് ചെയ്യുന്നുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മന്ദഗതിയിലുള്ള പോക്കായിരിക്കും. വലിയ ഉയർച്ചയിലേക്കൊന്നും ബിസിനസ്സിന് പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കേട്ടോ. അതുപോലെ പഠന സംബന്ധമായിട്ട് നോക്കുക, വിദ്യാർത്ഥികൾക്ക് എന്താണ്, നല്ല സമയമാണ്. രാത്രി യാത്രകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ, അവോയ്ഡബിൾ ആയിട്ടുള്ള യാത്രകൾ മാത്രം രാത്രി പോകുക. ഒഴിവാക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ അത് രാത്രിയിൽ നിന്ന് ഒഴിവാക്കി പകലിലേക്ക് മാറ്റുക. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിങ്ങൻ രാശിക്കാരും ഈ ഒരു വിഷുഫലം അനുകൂലമായിട്ട് വരും കേട്ടോ. കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് അഥവാ കന്നിക്കൂറുകാർക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിൽ ഭാരമൊക്കെ കൂടി വർദ്ധിച്ചു വരുന്നൊരു സിറ്റുവേഷൻ കാണാൻ പറ്റും. പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് സമാധാനത്തിലേക്ക് എത്താൻ ചാൻസ് ഉള്ള വർഷമാണ് വിഷുക്കാലം എന്ന് പറയുന്നത്. സാലറി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഹൈക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് നമ്മുടെ കൊളീഗ്സിനെയും റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം. അത് നിർബന്ധമാണ്. ചിലവർ, എല്ലാവരും അങ്ങനെ തന്നെയല്ല, ചിലവര് നമ്മുടെ കൊളീഗ്സിന് അല്ലെങ്കിൽ നമ്മുടെ കീഴുദ്യോഗസ്ഥരെയൊക്കെ ഭയങ്കരമായിട്ടും ഹാർഷായിട്ട് പെരുമാറുന്നതായിട്ട് ഫീൽ വരും കീഴുദ്യോഗസ്ഥർക്ക്. സോ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൊളീഗ്സിനെയും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വർഷക്കാലം. സോ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് അവർ തരും കേട്ടോ. നമുക്ക് വർക്ക് പ്രഷർ, വർക്ക് ലോഡൊക്കെ കൂടും, റെസ്പോൺസിബിലിറ്റി കൂടും. സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നല്ലൊരു ഗുഡ് ഫെയ്ത്തോടെ എല്ലാം നോക്കി കാണാൻ ശ്രമിക്കുക. ഒരു പോസിറ്റീവ് എനർജിയോടെ ഇതെല്ലാം നോക്കുക. മടി നിർബന്ധമായിട്ടും മാറ്റണം. മടി ഉണ്ടാവും, മടി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും മാറ്റണം. കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പ്രത്യേക ആയിട്ട് പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ കുടുംബത്തിൽ ഐക്യം, സമാധാനമൊക്കെ വർദ്ധിക്കുന്ന സമയം തന്നെയായിരിക്കും. മംഗള വാർത്തകളൊക്കെ കേൾക്കാൻ യോഗമുള്ള സമയമാണ്. എടുത്തിയാട്ടം എന്ത് ചെയ്യണം, നമ്മള് എടുത്തിയാട്ടം കുറയ്ക്കണം. എടുത്തിയാട്ടമൊക്കെ ഉള്ളവർ എന്ത് ചെയ്യണം, ഒന്ന് കുറയ്ക്കണം. വാഹന യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. സന്താന യോഗം പറയാവുന്ന സമയമാണ്. നമ്മൾ എന്ത് ചെയ്യാം, ബാധ്യതകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുക. കടങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേനും എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. ചെറിയ ബുക്ക് എടുത്താൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള കടം ഇത്രയാണ്, നിങ്ങൾ കൊടുക്കേണ്ട ഡേറ്റ് ഇന്ന്, ഡ്യൂ ഡേറ്റ് ഇന്നതാണ്,
ഡ്യൂ ഡേറ്റ് എത്ര കഴിഞ്ഞു, ഡ്യൂ ഡേറ്റിന് മുമ്പ് എത്രയുണ്ട്, ഇതൊക്കെ ഒന്ന് കറക്റ്റ് പ്ലാൻ ചെയ്ത് എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ എങ്ങനെ നമുക്ക് ഓരോന്നിനും ഡെപ്റ്റ് അടിച്ചടിച്ച് എന്ത് ചെയ്യാം, ഡെപ്റ്റ് 0 ആക്കി മാറ്റാം, അല്ലെങ്കിൽ മാക്സിമം മിനിമത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെയാണ് എന്ന് പക്ക പ്ലാൻ ഉണ്ടാക്കുക, സ്ട്രാറ്റജി ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെലവുകളൊക്കെ വരുമ്പോൾ ആ സാലറി കിട്ടുമ്പോൾ തന്നെ ഈ ഡെപ്റ്റുകൾ നിങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ അത് അടിച്ചു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് കുറച്ച് ബോണസ് എക്സ്ട്രാ കിട്ടി, സോ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റർടൈൻമെന്റ് ചെയ്തോളൂ, എന്റർടൈൻമെന്റ് ആവശ്യമാണ്, ബട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡെപ്റ്റും അടിച്ചു തീർക്കണം എന്നൊരു ഉദ്ദേശം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, സോ അത് ചിന്തിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശത്രുക്കളൊക്കെ വർദ്ധിച്ചു വരാൻ ചാൻസ് കൂടിയ സമയമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കണ്ണോടെ തന്നെ നോക്കണം. ബട്ട് അവരുടെ മുമ്പിൽ പോയി നീ എന്റെ ശത്രു അല്ലേ, നിങ്ങൾ ഡൗട്ട് വെച്ച് നിൽക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി കണ്ട് നിന്ന് പെരുമാറിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠന കാര്യങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഫോക്കസ് ആയിട്ടിരിക്കണം. മെമ്മറി ഒക്കെ കുറയാൻ ചാൻസ് കൂടിയ സമയമാണ്. ഓർമ്മശക്തി കുറയുന്നതായിട്ടൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നതായിട്ട് പറയാം. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, പിന്നെ മെമ്മറി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മൈൻഡ് ഗെയിമിങ്, അതുപോലെ ബ്രെയിൻ ഗെയിം ഒക്കെ കളിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ബ്രെയിനെ പവർ കൂട്ടാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ യാത്രകളൊക്കെ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമാണ്. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ. അടുത്ത തുലാം രാശിയാണ്, അഥവാ തുലാം കൂറാണ്. തൊഴിൽ ഫലം പൊതുവെ കൂടുന്ന ഒരു സമയം തന്നെയായിരിക്കും. നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെയായാലും അതിൽ കൃത്യമായ ഇഷ്ടങ്ങൾ വെച്ച് പുലർത്തുക. ഇഷ്ടങ്ങൾ വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് തൊഴിൽ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരെ അടുത്തുള്ള ആളുകളുമായിട്ട് ഇഷ്ടം സ്ഥാപിക്കണം, അല്ലെ പ്രണയം ഉണ്ടാകണം, അങ്ങനെ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്ന തൊഴിലുമായിട്ട് എന്ത് ചെയ്യുക, ഇഷ്ടത്തിലാവുക. ഇഷ്ടപ്പെട്ട് തൊഴിൽ ചെയ്താൽ എന്താവില്ല, ഭാരമായിട്ട് അല്ലെ കഷ്ടമായിട്ട് തോന്നില്ല. ഇഷ്ടപ്പെടാതെ തൊഴിൽ ചെയ്യുന്നത് കഷ്ടമായിട്ട് തോന്നാൻ ചാൻസ് കൂടുതലാണ്. റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടും. സോ റെസ്പോൺസിബിലിറ്റി കൂടുമ്പം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താവും, കൂടി ഉണ്ടാവും. സോ നിങ്ങൾ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല റെസ്പോൺസിബിലിറ്റി കിട്ടിട്ടുണ്ടേ, അപ്പം എന്ത് ചെയ്യും, നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ നല്ല രീതിയിൽ വർക്കും ചെയ്ത് നല്ല ഫോക്കസ്ഡ് ആണെങ്കിൽ എന്താവും, നമുക്ക് നല്ല രീതിയിലുള്ള പുരോഗതിയിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ പുരോഗതി എത്തുമ്പോൾ നമുക്ക് എന്താവും, സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവും അല്ലെ. സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് ലൈഫ് കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും അല്ലെ. ലൈഫ് കുറച്ചുകൂടി ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഫാമിലിയിലുള്ള പകുതി പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, കുറഞ്ഞു കിട്ടും അല്ലെ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് അല്ല മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ചെന്ന് തല വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യം നോക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നിങ്ങൾ തലയിട്ട് നോക്കാൻ പോകണ്ട. അവിടെ ഇന്നും നടന്നോട്ടെ, നിങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇല്ല എന്നാ നോക്കണ്ട. ഓക്കെ, നിങ്ങളെ ബാധിക്കുന്ന വിഷയമെങ്കിൽ അതിന് കൃത്യമായ നടപടികളൊക്കെ സ്വീകരിക്കുക. അതേപോലെ തന്നെ ദേഷ്യങ്ങളൊക്കെ പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമാക്കി, എടുത്തിയാടി ഒന്നിനും ചെന്ന് ചാടണ്ട. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഒന്നും കണ്ണും പൂട്ടി എന്ത് ചെയ്യണ്ട, വിശ്വസിക്കാനും നിൽക്കണ്ട, കുറ്റപ്പെടുത്താനും നിൽക്കണ്ട. യാത്രകളൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. തടസ്സങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരും ജീവിതത്തിൽ. മുതിർന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്ന ഉത്തമമായിട്ടുള്ള, ഇന്നോടത്ത് മുതിർന്നവർ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും പോയി നിങ്ങൾ ചെയ്യണമെന്നല്ല, നിങ്ങൾ കേട്ടു നോക്കുക. നിങ്ങളുടെ ബുദ്ധിയും ബോധവും യുക്തിയൊക്കെ എന്ത് ചെയ്യുക, തീരുമാനിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, എന്നുവെച്ചാൽ മുതിർന്നവർ പറയുന്നത് എന്താണ് കേൾക്കാനെങ്കിലും ഒരു മനസ്സ് വെക്കുക. ചിലപ്പോൾ നല്ലത് പറഞ്ഞാലോ, എപ്പോഴും ഒരു മോശം തന്നെയായിരിക്കും പറഞ്ഞേ, അല്ലെ അവര് പണ്ടത്തെ കാര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളോട് പറയണേ. നിങ്ങൾക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അവര് പറയുന്നത് കേൾക്കുക, അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് എന്റെ മകനല്ല കൊച്ചുമകൻ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആരെങ്കിലും കേട്ടല്ലോ എന്നൊരു സമാധാനം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കേട്ട എന്തെങ്കിലും ഒരു, ഇപ്പം നമ്മൾ പറയുമെങ്കിൽ സലീംകുമാർ ഒരു സിനിമയ്ക്കകത്ത് പ്രാന്താശുപത്രിക്കകത്ത് ഇത് പറയുമ്പം ബിരിയാണി കൊടുക്കുന്നുണ്ട്, പൊട്ടന്മാരവിടെ പോയി നീ കൊണ്ടേ ബിരിയാണി കിട്ടിയാലോ. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ അതൊന്ന് കേട്ട് നോക്ക്, നമുക്ക് ചിലപ്പോൾ നല്ലത് കിട്ടിയാലോ. സോ എന്ത് ചെയ്യാ, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. മുതിർന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്വീകരിക്കുക, ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക, തള്ളിക്കളഞ്ഞേക്കുക. അതുപോലെ തന്നെ റിലേറ്റീവ്സിനായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അവരെ ഒത്തിരി നമ്മൾ അങ്ങ് അടുപ്പിക്കാൻ നിൽക്കണ്ട. എന്നോർത്ത് നാളെ തൊട്ട് റിലേറ്റീവ് വരുമ്പോ
എസ് ദേവനന്ദു അല്ലെങ്കിൽ എസ് നന്ദ ആസ്ട്രോളജി അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കണ്ടു, റിലേറ്റീവ്സിനെ അങ്ങ് അടുപ്പിക്കണ്ടെന്ന് പറഞ്ഞു, നാളെ തൊട്ടൊരു ഈ പടിയിലോട്ട് റിലേറ്റീവ്സിന് കയറാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറയാനുള്ള ഉദ്ദേശം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചതി വരാൻ ചാൻസ് ഉണ്ട്. സോ അത് ഏത് ഭാഗത്തു നിന്ന് വരുന്നു പറയാൻ പറ്റില്ല. സോ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ ഓവറായിട്ട് ടെൻഷൻ അടിക്കാനോ നിങ്ങൾ ഓവറായിട്ട് ഭയങ്കര ടേക്ക് കെയർ ചെയ്യാനൊന്നും അല്ല പറയണേ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ച എന്ത് ചെയ്യും, നമുക്ക് വരുന്ന അപകടത്തെ കുറയ്ക്കാൻ പറ്റൂലേ. ഒരു വാഹനാപകടം ഉണ്ടാവും, അല്ലെങ്കിൽ വാഹനം ഓടിച്ചു നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ അറിയാം എതിരെയാണ് നമ്മുടെ വണ്ടിയിലെ ബ്രേക്ക് പോയി, ബ്രേക്ക് അപ്പൊ എവിടെയെങ്കിലും പോയി നെട്ടിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളത് മാക്സിമം എന്താണ് ബ്രേക്ക് എവിടേക്ക് കിട്ടൂല, ഹാൻഡ് ബ്രേക്ക് ഒറ്റടിക്കുന്ന വണ്ടി മറിയും. എവിടെയും കൊണ്ട് ഇടിച്ചെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കപ്പാസിറ്റി നമുക്ക് അത്ര പിടുത്തമില്ല. സോ ഓടിച്ച് തന്നെ എന്ത് ചെയ്യാം, ഗിയർ മാറ്റി ഗിയർ കുറച്ച് എന്ത് ചെയ്യാം, കൊണ്ടുവന്ന് നമുക്ക് പയ്യെ എവിടെയൊക്കെ നിർത്താല്ലേ. അതേപോലെ തന്നെയാണ് ഇത്, നമുക്ക് എന്ത് ചെയ്യാം, പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. സോ ആ പ്രശ്നത്തിന് മാക്സിമം സോൾവ് ചെയ്യാവുന്ന രീതിയിൽ ഓരോന്നും നോക്കിക്കണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ, വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറയാമെങ്കിൽ പഠനത്തിന് വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് മടിയൊക്കെ ഉള്ളവർ ഒന്ന് മടി കുറയ്ക്കാൻ ശ്രമിക്കുക. അയ്യോ ഞാൻ മടിയനാണ് എന്നല്ല പറഞ്ഞത്, മടി നല്ലതാണ്, മടി നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, മടിനായിരിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട്. സോ മടിയന്മാർ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം കണ്ടിരിക്കും അല്ലേ, ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം കണ്ടിരിക്കും. ബട്ട് ആ മടി നിങ്ങൾക്ക് പഠനത്തിന് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം, ചീത്തയിലോട്ട് പോകല്. മടി കാരണം നിങ്ങളുടെ പഠനം മുടങ്ങി പോകാനും പാടില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം തുലാം രാശി ജനിച്ച വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈഫ് ശ്രദ്ധിക്കുക, അവരുടെ കൂട്ടുകെട്ടുകൾ ഒന്ന് ശ്രദ്ധിക്കുക, അവര് പോയി വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. അവരുടെ മേലിൽ കുറച്ച് കൺട്രോൾ വെക്കുന്ന ഉത്തമമാണ് കേട്ടോ. ഇന്നടുത്ത് ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന തുലാം രാശിയിലുള്ള വിദ്യാർത്ഥികളെല്ലാം കൂടി ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫ് പോകും, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ നോക്കണം, ഞങ്ങളുടെ ലൈഫ് ഞങ്ങളെ ജീവിച്ചോളാം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇഷ്ടമുള്ള ജീവിച്ചോ. ബട്ട് നമ്മൾ ഇത്ര നാൾ വളർത്തിയത് നമ്മുടെ മാതാപിതാക്കളാണല്ലോ. സോ അവർക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനെ പൂർണ്ണമായിട്ട് കണ്ണടിച്ച് അവർ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. സോ അതിന്റെ ഒരു റെസ്പെക്ട് അവർക്ക് കൊടുക്കണം അല്ലേ, വേണ്ടേ? സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ. ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തുലാം രാശികളുടെ ഓക്കെ ലൈഫ്. അടുത്ത് വൃശ്ചിക രാശി അഥവാ വൃശ്ചിക കൂറ്. പൊതുവെ ഗുണഫലം ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ വിഷുഫലം എന്ന് പറയുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ട് നേട്ടം, ജോലി നേട്ടം, അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി, വിജയം ഒക്കെ കൈവരിക്കാൻ പറ്റുന്ന സമയമാണ്. നമുക്ക് പൊതുവെ നമ്മുടെ സാലറി ഒക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരാണ്. സാലറി ഇൻക്രിമെന്റ്, മൾട്ടിപ്പിൾ വേ ഓഫ് ഇൻകം കിട്ടാൻ ചാൻസ് കൂടുതൽ. അഹങ്കാരം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വളരെയധികം നേട്ടത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. എന്തായിട്ട് മീനിങ് ഇല്ല ഞാനൊരു അഹങ്കാരിയാണെന്നുള്ളത്, അങ്ങനെ അല്ലാട്ടെ ഉദ്ദേശം. വൃശ്ചിക രാശിക്കാര് ഭയങ്കര അഹങ്കാരികളാണ് അല്ലെ, അഹങ്കാരമാണ് അങ്ങനെ സംഭവം എന്നല്ല ഉദ്ദേശം. ഉള്ളവരുണ്ട്, അവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഉള്ളവരെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഞാനെന്ന ഭാവത്തെ എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് സെറ്റിലായിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ സത്യസന്ധതകളൊക്കെ നമുക്ക് നല്ലൊരു പേര്, സൽപ്പേര്, സൽകീർത്തിയൊക്കെ ഉണ്ടാക്കി തരാൻ ചാൻസ് കൂടുതലാണ്. സോ ആ സത്യസന്ധത തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ കാലത്ത് സത്യസന്ധത കൊണ്ട് വല്ല നേട്ടമുണ്ടോ? വലിയ നേട്ടങ്ങളൊന്നുമില്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരാൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ ചെയ്തേക്കാം, വേണ്ട. നിങ്ങൾക്ക് എന്താണോ ഉചിതം എന്ന് തോന്നുന്നത് നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, സത്യസന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സ്ട്രീം സത്യസന്ധനാവണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇന്നത്തെ കാലത്ത് എക്സ്ട്രീം സത്യസന്ധനായിട്ട് ജീവിച്ചിട്ട് നിങ്ങൾക്ക് ലോകത്ത് ഒന്നും നേടാൻ പറ്റൂല. ഓക്കെ, ചുമ്മാ മറ്റുള്ളവരുടെ ഭയങ്കരമായിട്ട് നല്ലവനായ ഉണ്ണിയൊക്കെ ആയിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നല്ലവൻ ഉണ്ണി മറ്റേ രീതിയിലല്ല, ശരിക്കും ചീത്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം നല്ലവനായ ഉണ്ണി, അതല്ല ഉദ്ദേശിക്കണേ. സ്വയമേ നല്ലവനായ ഉണ്ണിയായിട്ട് നടന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നാ ഉദ്ദേശിക്കുക കേട്ടോ, അല്ലാതെ മറ്റു രീതിയിലല്ല. ഓക്കെ, നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാവും. കുറച്ച് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കുറയുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ ഒരു വിഷു കാലം എന്ന് പറയുന്നത്. വിഷു കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ 14 ശേഷം എന്ന് പറയുന്നത് വാഹന നേട്ടമൊക്കെ പറയാവുന്ന കാര്യമാണ്. കുടുംബത്തിൽ മംഗള കർമ്മങ്ങളൊക്കെ കേൾക്കാനും പങ്കെടുക്കാനൊക്കെ യോഗമുള്ള സമയമാണ്.
കുടുംബത്തിൽ നമുക്ക് കുടുംബ സ്വത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കിട്ടാത്തവരാണെങ്കിൽ കിട്ടാനൊക്കെ ചാൻസ് കൂടുതൽ സമയമാണ്. ബിസിനസ് കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. കടങ്ങളൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കാൻ പറ്റും. ധനവരവൊക്കെ കൂടും. സാമ്പത്തികമായിട്ട് പുരോഗതിയിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കും. പഠനത്തിനൊക്കെ പുരോഗതിയും മികവൊക്കെ പറയാം. മാതാപിതാക്കളുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ വൃശ്ചിക രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയും പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതികളൊക്കെ ഉണ്ടാവും. ഇവരുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വൃശ്ചിക രാശിയിൽ ജനിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. അവരുടെ പഠന കാര്യങ്ങളിൽ നിങ്ങളുടെ കൺട്രോൾ മാത്രം പോരാ, നിങ്ങൾ ടീച്ചേഴ്സിനോടും പറയണം അവരൊന്ന് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ടീച്ചേഴ്സിനെ ഒത്തിരി ലിമിറ്റ് ചെയ്ത് നിർത്താതെ, നിങ്ങളെ പേരൻസ് പോയി ഒത്തിരി ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊച്ചിനെ ഒന്ന് നോക്കണം, കൊച്ചിനെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു നിർത്തായും കുറെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പഠനത്തിനുള്ള താല്പര്യം കുറയാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം അപ് ടു ഡേറ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ച് തീർത്തിട്ടാണ് കിടക്കുന്നതിന് ഉറപ്പ് വരുത്തുക. അത് വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. സ്കൂളിൽ ചെല്ലുമ്പം ടീച്ചേഴ്സ് അവരോടൊന്ന് കൂടുതൽ ചോദിക്കുക. അപ്പം എന്ത് ചെയ്യും, കൂടുതൽ ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വിദ്യാർത്ഥികൾ പഠിച്ചോണ്ടാ വരുള്ളൂ അല്ലേ. അതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്ന ഫോർമാറ്റിൽ നിന്ന് മാറ്റി ചോദിക്കാൻ പറയുക. എന്നുവെച്ചാൽ ഓർഡറിൽ തന്നെയാണ് അവർ ഇരുത്തിയേക്കുന്നത്. ഫ്രണ്ടിനാണ് ചോദ്യം ചോദിച്ചു വരുന്നതെങ്കിൽ ഇവർക്കറിയാം 5ാമത്തെ ചോദ്യം അല്ലെ 6ാമത്തെ ചോദ്യം അല്ലെ 4ാമത്തെ ചോദ്യം അല്ലെ 3ാമത്തെ ചോദ്യം, ഇങ്ങനെ എണ്ണി വെച്ചുണ്ടാവും. സോ അതൊക്കെ അവരുടെ ആ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിക്കാവുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുക. അപ്പൊ എന്ത് ചെയ്യും, അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ എൻഗേജ്ഡ് ആവും. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ വിവിധ രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള മികവ് പഠനത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ വൃശ്ചിക രാശിക്കാരുടെ ഫലം എന്ന് പറഞ്ഞത്. അടുത്ത ധനുക്കൂറാണ്, അഥവാ ധനുരാശിയാണ്. ഇവർക്ക് തൊഴിലിലൊക്കെ ഒരു മാറ്റം വരാൻ ചാൻസ് ഉള്ള സമയമാണ്. തൊഴിൽ ഭാരമൊക്കെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ അതിൽ ഉൾപ്പെടുത്താനും മറ്റുള്ളവർ കാരണം ആ പ്രശ്നം ഊതിപ്പെറപ്പിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ മറ്റുള്ളവരെ കൂടുതൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂയിലേക്ക് വലിച്ചിട്ടുണ്ട്. അത് ദമ്പതികൾ തമ്മിലുള്ളായാലും, മാതാപിതാക്കൾ തമ്മിലായാലും, കുട്ടികൾ തമ്മിലായാലും, മാതാപിതാക്കൾ തമ്മിലായാലും, മുതിർന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങളായാലും എന്ത് തന്നെയായാലും മൂന്നാമത്തെ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ അത് എത്തിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ഇനി അതിലേക്ക് കൗൺസിലിങ്ങിനെ ബന്ധപ്പെടാം കേട്ടോ. അതുപോലെ തന്നെ തൊഴിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ വിശ്വസിച്ച് നിങ്ങൾ അത് ഏർപ്പെടുത്തണ്ട. നിങ്ങൾക്ക് ഏൽപ്പിച്ച വർക്കാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക. സോ ചതി പറ്റാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റാറ്റസ് ഉയർന്നു വരാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആണോ? അല്ല, വാട്സപ്പ് സ്റ്റാറ്റസ് അല്ല കേട്ടോ. അല്ല, വിഷുഫലമുണ്ട് സ്റ്റാറ്റസ് കൂടുന്നു. നോക്കിയിട്ട് ജീവിതത്തിൽ സ്റ്റാറ്റസ് ഡെവലപ്മെന്റ് ഇല്ല. അത് വാട്സപ്പിൽ ഇപ്പൊ ഒന്നാ സ്റ്റാറ്റസ് തന്നെ, എന്നാൽ 2 3 ഇട്ടൊക്കെ ഒന്ന് ഉയർത്തിയേക്കാം. ആ ചിന്തയിലോട്ടൊന്നും പോകണ്ട. അങ്ങനെയല്ല ഉദ്ദേശം. എന്താണ്, നമ്മുടെ ജീവിത സ്ഥിതി ആയാലും സാമ്പത്തിക സ്ഥിതി ആയാലും ഒക്കെ ഒന്ന് പയ്യൊന്ന് മെച്ചപ്പെടുത്തിയിലേക്ക് എത്താൻ പറ്റും. ബട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആൻഡ് പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, ബെസ്റ്റ് സ്ട്രാറ്റജി ആയിരിക്കണം, പ്രൂവൻ സ്ട്രാറ്റജി ആയിരിക്കണം സക്സസിലേക്ക് എത്താനുള്ള. നിങ്ങൾ അതിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ലൊരു രീതിയിലേക്ക് ലൈഫ് പ്ലാൻ ചെയ്യുക, മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ മുതിർന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ പെട്ടെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കാനും നിൽക്കേണ്ട. നിങ്ങൾക്ക് കൂടുതൽ പറ്റിയിട്ടുള്ളതാണ് ധനുരാശിക്കാർക്ക്, ധനുക്കൂറുകാർക്ക് പൊതുവെ പറ്റാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പെട്ടെന്ന് വിശ്വസിക്കുക, അല്ലെ അവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക. അവരെന്ത് ചെയ്യും, നിങ്ങളെ പറ്റിച്ച് പാലം കടത്തും. ഓക്കെ, നിങ്ങളെ പാലം പറ്റിച്ചെന്ത് ചെയ്യും, കൂട്ടിക്കെട്ടി കൈ തരും. നിങ്ങൾക്ക് അതുവരെ ഉണ്ടാകുന്ന സാമ്പത്തികം മൊത്തം ഇല്ലാതെയാക്കാനും നിങ്ങളുടെ ആ തെറ്റായ കൂട്ടുകൾ മതി. ഓക്കെ, അവർ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നല്ല കൂട്ടായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും ആ കൂട്ടുകെട്ട് നിങ്ങൾ വിട്, അല്ല ആ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് തലച്ചോറിലേക്ക് കയറൂല. ഓക്കെ, നിങ്ങൾ പറയും അവൻ്റെ നല്ല കൂട്ടുകാരൻ, അല്ലെ അവൻ്റെ നല്ല കൂട്ടുകാരിയാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകും. ബട്ട് നിങ്ങൾക്ക് ചതി പറ്റിയ ശേഷം മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ രസം എന്ന് വെച്ചാൽ പകുതി അല്ലെങ്കിൽ ഒരു 30 to 65% ധനുരാശിക്കാർക്കും ആ ചതിസ് ആരാണ് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കാറുണ്ട്. അത് ഈ ധനുരാശിക്കാരുടെ ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ പേരും അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ കൂടുതലും ഈ ഒരു ജീവിതകാലം കൊണ്ട് തന്നെ അത്യാവശ്യം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ജീവിതകാലം തന്നെ പലരും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു വിഷുക്കാലം മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ശ്രദ്ധിക്കുന്നു ഉത്തമമായിരിക്കും.
ചീത്ത കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. റിവെഞ്ചിങ്ങിനൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ, പകപോക്കൽ. ഈ ഒരു വർഷം വേണ്ട, നമുക്ക് പിന്നെ വീട്ടാം. പക അത് വീട്ടാനുള്ളതാണ്, ആ ഒരു സംഭവമാണ്. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ റിവെഞ്ചിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. അതെന്ത് ചെയ്യും, ദൈവം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം കൊടുത്തോളും, അല്ലെങ്കിൽ പ്രകൃതി കൊടുത്തോളും എന്ന് വിശ്വസിക്കുക. ഓക്കെ, കർമ്മയിൽ വിശ്വസിക്കുന്നവരായിരിക്കും മിക്ക പേരും. സോ കർമ്മ അല്ലെ, കർമ്മ ഈസ് എ ബൂമറാങ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് പല തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ആകാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. രാത്രി സഞ്ചാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ധനുരാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത മകരരാശിയാണ് അഥവാ മകരക്കൂർ. ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ജീവിതത്തിൽ കുറച്ച് പുരോഗതികളൊക്കെ വരുമെങ്കിൽ പോലും അതിനൊക്കെ ചെറിയ തടസ്സങ്ങൾ വന്ന് ഒരു 100 കെട്ടി 110 പോകുന്ന അവസ്ഥ, അല്ല 50 കെട്ടി 40 പോകുന്ന ഒരവസ്ഥ, ചെലവ് വർധന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്കൊരു ആത്മവിശ്വാസ കുറവ് അനുഭവത്തിൽ വരാൻ സാധ്യത. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തിനേയും കീഴടക്കാനും എന്തും നേടിയെടുക്കാനും സാധിക്കും. സോ അതുകൊണ്ട് ആത്മവിശ്വാസം മാക്സിമം വർദ്ധിപ്പിക്കുക, മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, വിദേശ യോഗങ്ങളൊക്കെ പറയാവുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ആത്മപ്രശംസ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. നിങ്ങൾക്കിപ്പം കൂടുതലാണ് എന്നല്ല പറയുന്നത്, ഒട്ടും ഇല്ലാത്തവരുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആവാം കേട്ടോ. കുറച്ചൊക്കെ എന്താ ആത്മവിശ്വാസമൊക്കെ ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മളെ പൊക്കിയടിക്കും, നമുക്ക് തന്നെ ഒരു സെൽഫ് ബൂസ്റ്റിംഗ് ആവും, നമുക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. എന്നോർത്ത് അത് അധികം ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. ഡോക്യുമെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധ ആവശ്യമാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായി പോകാൻ വേണ്ടി തമ്മിൽ നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണം. ആവശ്യമില്ലാത്ത തർക്കത്തിലേക്കൊന്നും പോകാതിരിക്കുക. ഒരാളെ വിട്ടുകൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇപ്പം അതിന് വേണ്ടി അടുത്ത തർക്കം ഉണ്ടാല് ഒരാൾ വിട്ടുകൊടുക്കാൻ വേണ്ട, എന്നാ നീ വിട്ടുകൊടുക്കാം, അല്ല നീ വിട്ടുകൊടുക്ക, അല്ല നീ വിട്ടുകൊടുക്ക, അല്ല നീ വിട്ടുകൊടുക്ക, എന്താ മനുഷ്യൻ നിനക്ക് വിട്ടുകൊടുത്ത, എന്താ നിനക്ക് വിട്ടുകൊടുത്ത, ഈ ഒരു ടോക്ക് നീ അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, അടുത്ത തർക്കത്തിലേക്ക് വരുന്നിരിക്കല്ലോ കേട്ടോ. നിങ്ങളെ എന്ത് ചെയ്യാ, ഇപ്പൊ എന്താ മകരക്കൂറുകാരെ തന്നെ എന്ത് ചെയ്യാ, ഒന്ന് വിട്ടുകൊടുത്തേക്കുക. ഓക്കെ, ചിലപ്പോ ശരി അവരുടെ ഭാഗത്തായിരിക്കണേ, നമ്മളങ്ങ് ക്ഷമിച്ചോളൂ. നമ്മുടെ ജീവിത പങ്കാളിയല്ലേ, നമ്മുടെ പാതിയല്ലേ, നമ്മുടെ ജീവിന്റെ പാതിയല്ലേ. സോ എന്ത് ചെയ്യാ, നമ്മളങ്ങ് വിട്ടുകൊടുത്തേക്കുക. ഓക്കെ, ഇത് കുറച്ച് സമാധാനമായിരിക്കും. അവരെന്നെ വിചാരിക്കും, അല്ല ചേട്ടാ, അല്ലെങ്കിൽ അല്ല ചേട്ടാ എന്താണ് ഇങ്ങനെയായിരുന്നു ഇത്, അവരെന്നെ നമ്മളോട് പറയാൻ ചാൻസ് ഉണ്ട്. സോ അത് സ്ത്രീ പുരുഷൻ ആര് തന്നെയായാലും എന്ത് ചെയ്യാം, മകരാശിക്കാരെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ ഇനി വേറെ തർക്കം ഉണ്ടാകാൻ പാടില്ലേ. അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 40, 50, 60% നമുക്ക് തന്നെ വിജയകരമായിട്ട് ഭവിക്കാനുള്ള ചാൻസും ഉള്ള. അതുപോലെ തന്നെ നമുക്ക് വിവാഹ യോഗമൊക്കെ പറയാവുന്ന സമയമാണ്, വാഹന യോഗം പറയാവുന്ന സമയമാണ്. ടെൻഷൻസ് ഒക്കെ ഒന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. കേസ് സംബന്ധമായിട്ട് പോകുമ്പോൾ നമുക്ക് അനുകൂലമായി നമ്മൾ സത്യം ചെയ്ത ആളാണെങ്കിൽ നമുക്ക് എന്താണ് വിജയം ഉറപ്പാണെന്ന് വിശ്വസിക്കുക. അതിനെ ഓർത്ത് ഒത്തിരി ടെൻഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യം ഇല്ല. കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആഹാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ചെലവ് വർദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അടുത്ത കുംഭരാശിയാണ് അഥവാ കുംഭക്കൂറ. ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ എടുത്തുചാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് വൈകി കിട്ടാൻ, അപ്പം ഇന്ന് കിട്ടുന്ന പ്രൊമോഷൻ ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്തിനാ ആ പ്രൊമോഷൻ കിട്ടുക എന്ന് പറയുന്നത്. ബട്ട് അതിലൊന്നും നിങ്ങൾ സങ്കല്പേണ്ട, നമുക്ക് വിധിച്ച സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. ചതി പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ വിശ്വസിക്കുമ്പോൾ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ നിൽക്കേണ്ട. വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ വേണം. ധനനഷ്ടത്തിനൊക്കെ യോഗമുണ്ട്. മോസ്റ്റാവിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. ബിസിനസ് സംബന്ധമായിട്ട് ഡോക്യുമെന്റുകൾ സൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. ബിസിനസ് സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. പഠന സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഫോക്കസ് പഠനത്തിൽ കൊടുത്താൽ മാത്രമേ വിജയം സംഭവിക്കൂ, അല്ലെങ്കിൽ വിജയത്തിന് നല്ലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. സോ മോർ ഫോക്കസ് ഓൺ എന്താണ്, സ്റ്റഡീസ് ആയിരിക്കണം കേട്ടോ. നിങ്ങളുടെ സ്റ്റഡിയിലായിരിക്കും നിങ്ങളുടെ മോർ ഫോക്കസ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുംഭരാശിക്കാർക്ക്, കുംഭക്കൂറുകാർക്ക് പൊതുവെ കുഴപ്പമില്ലാത്ത സമയമാണ് കേട്ടോ. അടുത്ത മീനരാശിയാണ്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും ഗുണാനുഭവമാണ്. പൊതുവെ
നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. സാലറി ഹൈക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ്. വാക്കുകളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ. വാക്കുകളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. മംഗള കാര്യങ്ങളൊക്കെ കേൾക്കാൻ യോഗമുള്ള സമയമാണ്. പ്രണയ കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ കേസിലൊക്കെ ഒരു കോംപ്രമൈസിലേക്കൊക്കെ എത്താൻ ചാൻസ് ആണ്. നിയമപരമായിട്ട് നോക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോംപ്രമൈസിലേക്ക് എത്താൻ ചാൻസ് ഉള്ള സമയമാണ്. ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തിൽ സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കുടുംബത്തിൽ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. സോ മാക്സിമം അങ്ങനെ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. വാക്കുകൾ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മശക്തിയൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം സക്സസ് ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. അപ്പൊ പൊതുവെ ഇത്രയാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ, നമ്മുടെ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം 20K കഴിഞ്ഞല്ലേ, നമ്മള് 25Kയിലേക്ക് എത്താൻ പോവാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷുഫലത്തിൽ ഗുണദോഷ ഫലങ്ങളൊക്കെ ഉണ്ട്, ഗുണഫലങ്ങൾ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ കിട്ടും. ബട്ട് അതിന് കുറച്ച് ഡിലേസ് ഒക്കെയാണ് ഇത് വരുത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം കലയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മൾ എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമ്മൾ ആരാണ് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മളനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നമുക്ക് നല്ല രീതിയിലായിട്ടൊരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും വിജയിക്കാൻ സാധിക്കുന്നേ. ഒത്തിരി ടെൻഷൻ അടിച്ച് നിങ്ങൾ അയ്യോ ഇത്ര കാലം മോശമായിരുന്നു, ഈ മോശം സമയമാണോ, ഇനിയിപ്പം ഉള്ള സമയം നല്ലതാണ്, ഇത്ര നാളും കുറച്ച് നാൾ നല്ലതായെങ്കിലും ചീത്ത ഫലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് കൃത്യമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നോക്കി കാണുക.